വളരെ അടുത്ത സുഹൃത്തുക്കള് നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ സ്റ്റോക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ അവര് ഒന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് ടിപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വാങ്ങുന്ന ഷെയർ, നിങ്ങൾ വെക്കുന്ന ഷെയർ, അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് ഇൻഡിവിജ്വലായിട്ട് ഒരു മറുപടി പറയാറുണ്ട്. അപ്പൊ പൊതുവായിട്ടൊരു മറുപടി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇതിനകത്ത് യാതൊരു കൊമേഴ്ഷ്യൽ പർപ്പസും ഇല്ല. ഇത് ടിപ്പ് കൊടുക്കുക എന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് പലയിടത്തു നിന്നും കിട്ടും. പല സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് SMS ആയിട്ട്, വാട്സപ്പ് ആയിട്ട്, ടെലഗ്രാം ആയിട്ടൊക്കെ ധാരാളം ടിപ്പുകൾ വരുന്ന ഒരു പ്രൊമോഷൻ ഉണ്ടാകും. വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്പ് തരാണെങ്കിൽ ഞങ്ങൾ ഇത്ര തരാം, അത് ഞങ്ങൾക്ക് ഇത്ര ശതമാനം എന്നൊക്കെ പറയാം. അപ്പൊ പല ആൾക്കാരും അത് ചെയ്ത് നോക്കി വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, അങ്ങനെ ടിപ്പ് കൊടുക്കൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടിപ്പ് കൊടുത്തിട്ട് നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും? ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് മറ്റെല്ലാ ബിസിനസ്സിനേക്കാളും റിസ്കി ആയിട്ടൊരു ബിസിനസ്സാണ്. റിസ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. നല്ല അനുഭവ പാരമ്പര്യമാണ്. നന്നായിട്ട് അനുഭവം ഉണ്ടാകും. ഞാൻ ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയിട്ട് 96 നമ്മൾ പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് പഠിക്കുന്ന കാലത്ത് തന്നെ ഓഫ്ലൈനായിട്ട് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോക്ക് വാങ്ങലും വിൽക്കലൊക്കെ നടത്തിയിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയില്ല, പരിചയം പറയാൻ വേണ്ടിയില്ല, ഒരു അനുഭവം പറയാണ്. നിങ്ങൾ ആരുടെ ടിപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ചില സാധ്യതകളൊക്കെ പറഞ്ഞു തരും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. പക്ഷേ ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഡേ ട്രേഡിലൊക്കെ ടിപ്പ് തരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രാപ്പാണ്. ആ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 പേരുണ്ട് നിങ്ങളുടെ കോൺടാക്റ്റിൽ. നിങ്ങൾ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ എന്ത് ചെയ്യും? 50 പേർക്ക് വാങ്ങാനും 50 പേരോട് വിൽക്കാനും പറയും. വാങ്ങാൻ 50 പേരോട് പറയും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അന്ന് നല്ലൊരു മൂവ്മെന്റ് ഉള്ള ദിവസമാണെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ആദ്യത്തെ 50 ആളുകൾക്ക് ലാഭം കിട്ടും, രണ്ടാമത്തെ 50 ആളുകൾക്ക് നഷ്ടം വരും. ഈ ലാഭം കിട്ടുന്നതിന്റെ ഒരു ശതമാനം ഈ ടിപ്പ് കൊടുത്ത ആൾക്ക് കിട്ടും. നഷ്ടം പറ്റിയതിന്റെ ശതമാനം ടിപ്പ് കൊടുത്ത ആൾ സഹിക്കില്ലല്ലോ. അയാൾ വേണമെങ്കിൽ ഇയാളോട് പിന്നെ പറഞ്ഞിട്ട് ഇത്തവണ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് കാണിക്കും. എന്നിട്ട് അവര് സക്സസ്ഫുൾ ആയി അവർ കൊടുത്ത ടിപ്പിന്റെ കോപ്പി ഇവർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ സക്സസ്ഫുൾ ആയിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഇവര് പിന്നെയും വിശ്വസിക്കും. ഒരാൾ 2, 3, 5, 10 തവണ പറ്റിക്കാൻ പറ്റും. ഇങ്ങനെ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് 90%. ഞാൻ 10% ഒഴിവാക്കുന്നത്. വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ലോങ് ടേം ബൈ എന്ത് വേണം, ലോങ് ടേം സ്ട്രാറ്റജി എന്ത് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ധാരാളം. അത് സാധിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അടുത്ത 3 മിനിറ്റ്, അടുത്ത 5 മിനിറ്റ് സാധാരണഗതിയിൽ സിഗ്നൽ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ തന്നെ ബേസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ട്രേഡ് എടുക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. സിഗ്നൽസ് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ കൊണ്ടൊക്കെ മാറുന്ന സിഗ്നലുകളായിരിക്കും. അപ്പൊ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ പറ്റാത്ത ആൾക്കാർക്ക് ഈ മറ്റുള്ളവരുടെ ഹെൽപ്പ് വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. അത് അവനവൻ ചെയ്യുമ്പോൾ അവനവൻ തന്നെ പഠിച്ച് ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യണം, എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ആ ഇൻഡിക്കേറ്റേഴ്സ് എവിടെ എങ്ങനെ ആകുമ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത്, എന്താണ് വാങ്ങേണ്ടത്, വിൽപ്പന സ്ട്രാറ്റജി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാണ്. വാങ്ങിയിട്ട് ലാഭം ഉണ്ടാക്കിയവർ കുറവാണ് ഷോർട്ട് ടേമിൽ. ലോങ് ടേമിലല്ല. ലോങ് ടേമിൽ നിങ്ങൾ ഒരിക്കൽ വാങ്ങിയിട്ടു ഒരു 5 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ 10, 20, 50 ഒക്കെ ഇരട്ടിയിട്ടുണ്ടാവും. അധിക നല്ല ഷെയറുകളും അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ ഷോർട്ട് ടേമിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല, വിറ്റിട്ടേ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കടക്കാരെ നോക്കി, കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളല്ല പൈസ ഉണ്ടാക്കുന്നത്, പിന്നെ കടക്കാരൻ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഏകദേശം സക്സസ്ഫുൾ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ എപ്പോഴും ഒരു ബിയർ ആണ്. എന്നാൽ പല സന്ദർഭങ്ങളിലും അതല്ലാതായിട്ടുണ്ടെങ്കിലും എപ്പോഴും നമ്മളൊരു ലോങ് ടേമിൽ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയിലല്ല, ലോങ് ടേം ബൈയിങ്ങിലല്ല, ഓരോ ഘട്ടത്തിലും ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാവും എന്ന ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് ഞാൻ പറയുന്നത്, ഒരു ടിപ്പിനെയും ആശ്രയിക്കരുത് എന്ന ടിപ്പാണ്. ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ചെയ്യണമെന്നില്ല. ഞാൻ പറയാനത് പറഞ്ഞതേ ഉള്ളൂ.